ഇവിടുത്തെ പ്രാദേശിക ചാനലുകൾ, അവരുടെ പ്രേക്ഷകർ, അവിടുത്തെ മാധ്യമപ്രവർത്തകർ, നിങ്ങളോട് എല്ലാവരോടും എല്ലാവിധ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. വടകരയിലെ ജനങ്ങൾ നൽകുന്ന നിസ്സീമമായ സ്നേഹത്തിന് വാക്കിലൊതുക്കാൻ കഴിയാത്ത നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തനങ്ങളിൽ കാണിക്കും. അവരോടൊപ്പം ഉണ്ടാവാൻ പരമാവധി ശ്രമിക്കും. ഈ നാടിൻ്റെ പുരോഗതിക്കും ഐക്യത്തിനും രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിലും വടകരയുടെ ശബ്ദമാവും. അപ്പോൾ പ്രാദേശിക ചാനലുകൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുമായി അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇടപെടുന്നവരാണ്. നിങ്ങളുടെ എല്ലാവിധ സഹായവും നിങ്ങളുടെ പ്രേക്ഷകരോടും എല്ലാ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പൊതുവായിട്ട് എന്താ പറയുന്നത്? ഞാൻ വടകരയിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമെന്ന അഭ്യൂഹങ്ങൾ പുറത്ത് വന്ന ആ സെക്കൻഡ് തൊട്ട് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം വരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഊഷ്മളമായ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവുമാണ് വടകരയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ LDF കൺവീനർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം ഉണ്ടായിരുന്നല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ താങ്കൾക്ക് കിട്ടിയ ആദ്യ സ്വീകരണത്തെ കുറിച്ചാണ് പരാമർശം. അത് വെളിയിൽ നിന്നുള്ള ആളെ ഇറക്കിയതാണ്. ആളെ കണ്ടൊന്നും പേടിക്കേണ്ടതാണ് ഇ പി ജയരാജൻ പറയുന്നത്. എന്താണ് അവർക്ക് പേടിക്കണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ആളുകളെ ഇവർ വില കുറച്ച് കാണരുത്. ജനങ്ങളാണ്. ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ നിമിഷം തൊട്ട് ഞാൻ പറയുന്നു, ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ഉറപ്പുണ്ട്. അവർ പേടിക്കണം എന്നുള്ള നിർബന്ധം എനിക്കില്ല. കാരണം ഞാൻ ഭയത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. എല്ലാവരും പരസ്പരം ഇഷ്ടപ്പെടട്ടെ, രാഷ്ട്രീയമായ പോരാട്ടം നടക്കട്ടെ. ആ പോരാട്ടത്തിൽ ഞങ്ങൾ വടകരയിൽ ജയിക്കും. ജനങ്ങളുടെ സ്നേഹം ഉണ്ടാവും. പിന്നെ ഏത് പ്രതികരണങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഇന്നലെ CAA-യുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ പോലും അവർ കുറ്റം പറയുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു അന്ധമായ കോൺഗ്രസ് വിരോധം കടത്തിവിടാനുള്ളൊരു ശ്രമം മാത്രം നടത്തുന്നതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. നമ്മളിവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് നല്ല സ്നേഹവും നല്ല ആത്മവിശ്വാസവും നല്ല പ്രോത്സാഹനമാണ്. അത് ജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പും ഇവിടുത്തെ ജനങ്ങൾ തരുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രാദേശിക നേതാക്കൾ നിലപാട് പറഞ്ഞാൽ പോരാ, കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ കൃത്യമായ നിലപാട് ആവശ്യത്തിൽ പറയുന്നില്ല എന്നാണ് സെന്റിമെന്റ് ആക്ഷേപം. അല്ല, അവർ പറയുന്നില്ല എന്ന് അവർ പറഞ്ഞാൽ മതിയോ? മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നു, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് പറയുന്നു, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. ഇത് രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി മാത്രമുള്ള വിജ്ഞാപനമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിയാൽ ഒരു കാരണവശാലും ഇതിനായുസുണ്ടാവില്ല, ഇത് ഞങ്ങൾ ദൂരെ കളയുമെന്ന് ആർജവത്തോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയുമ്പോൾ പിന്നെ പറയുന്നില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടായോ? നാട്ടിലെ ജനങ്ങളെല്ലാം എല്ലാവരുടെയും പ്രതികരണങ്ങൾ കാണുന്നല്ലേ? CAA എന്നെഴുതിയ കടലാസിനെ കീറി മുറിച്ച് വെട്ടിയിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഇന്ത്യയിലെ ജനങ്ങളിൽ എത്ര തവണ കണ്ടതാണ്? അദ്ദേഹം ഓരോ അടിയിലും ഭാരത് ന്യായ യാത്ര ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കുന്നതിനെതിരായിട്ടുള്ള നിലപാടെടുത്ത് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഖാർഗെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുന്നതിനേക്കാൾ വലുത് ആരാണ് ഈ ദേശീയ നേതൃത്വത്തിൽ? ഇനി ആരാ പറയാനുള്ളത്? അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഇവിടുത്തെ അഭിപ്രായം പറയും. ആദ്യഘട്ടത്തിൽ ഷാഫിയുടെ പ്രചരണം തുടങ്ങിയ ദിവസം തന്നെ നടത്തിയ ഒരു പരാമർശം, ടീച്ചർമാർ, അത് വടകരയിലെ ടീച്ചർമാർ ആര് എന്ന തരത്തിൽ നടത്തിയ ഒരു പരാമർശം വലിയ തോതിൽ ചർച്ചപ്പെടുന്ന സാഹചര്യമാണ്. വടകരയിലെ മണ്ണിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ടോപ്പിക് അതായത് CAA ആണോ, മറ്റു വിഷയങ്ങളാണോ, ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണോ, അതോ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം? അല്ല, ഈ തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യം ഉണ്ട്. സ്വാഭാവികമായും രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് അതിൻ്റെ ദേശീയ പ്രാധാന്യം തന്നെയാണ് ഒന്ന്. രണ്ട്, വടകരയിലെ ജനങ്ങളുടെ എക്കാലത്തെയും വലിയ വേദനയാണ് പ്രിയപ്പെട്ട TPയുടെ കൊലപാതകം. അത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം മനസാക്ഷിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്ത ക്രൂരതയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം അവരെടുക്കുന്ന സ്റ്റാൻഡാണ് അത് പിന്നെയും ചർച്ചയാവുന്നതിൽ പ്രധാനപ്പെട്ട കാരണം. അവരാ പ്രതികൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ, കൊടുത്ത പിന്തുണ, ജയിലിനകത്തും പുറത്തും അവർക്ക് കൊടുത്ത സപ്പോർട്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേദനയാണ്. അതേസമയം ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല, ഇത് ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുള്ളൊരു മണ്ഡലമാണ് ഈ വടകര പാർലമെൻറ്റ് മണ്ഡലം. അവരെല്ലാവരും വേദനയിലാണ്. ഇനി അവർക്ക് അടുത്ത ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞ പെൻഷൻ പോലും കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ കഴിയില്ല. 1 മാസത്തെയോ 2 മാസത്തെയോ പരമാവധി കൊടുക്കാൻ കഴിയുള്ളൂ. ഓരോ ദിവസവും ഈ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്നത് കൊണ്ട് മരുന്നും അത്യാവശ്യ കാര്യങ്ങളും വാങ്ങി ജീവിക്കാൻ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കേണ്ടി വന്നിരുന്ന അമ്മമാർ ഇപ്പം അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റൂ? പെൻഷൻ കിട്ടാത്ത അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ? ശമ്പളം കിട്ടാത്ത അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ? സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ വീഴ്ചകളിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വേദന ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ?
അപ്പോൾ ദേശീയ പ്രാധാന്യം തന്നെയാണ് ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. വടകരയിലെ അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ആവർത്തിച്ച് ചർച്ചയാക്കും. ഈ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ, കേന്ദ്രത്തിൻ്റെ വീഴ്ചകളും ദേശീയ പ്രാധാന്യം ഞാൻ പറയുമ്പോൾ അതും കൂടെ വരും. അവരുടെ വിഭാഗീയ വിജ്ഞാപനങ്ങൾ മാത്രമല്ല, അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന സ്വിസ് ബാങ്കിലെ കള്ളപ്പണത്തിൻ്റെ കണക്ക് മുഴുവൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വ്യക്തമാക്കി തരാമെന്ന് പറഞ്ഞവർക്കിപ്പോൾ SBIയുടെ കണക്കുകൾ പുറത്തുവിടാൻ മടിക്കുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അതുപോലെ കോർപ്പറേറ്റ് അഴിമതിക്കാണ് അവർ നേതൃത്വം നൽകിയത്. അപ്പോൾ അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ചർച്ചയാവും. പിന്നെ TP കൊലപാതകം തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തെരഞ്ഞെടുപ്പിൻ്റെ ശേഷവും ചർച്ചയാവുന്നതിൻ്റെ കാരണം പലപ്പോഴും CPMൻ്റെ സാധാരണ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രോ കില്ലേഴ്സ് സ്റ്റാൻഡ് ആ വിഷയത്തിൽ CPM നിരന്തരം എടുക്കുന്നതുകൊണ്ടാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.